പലപ്പോഴും നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന സംഭവമാണ് ഫ്രീ ഓഫേഴ്സ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ പല സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും, ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കും. പലപ്പോഴും ബിസിനസ്സിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. ഇത് എപ്പോഴാണ് ശരിക്കും കൊടുക്കേണ്ടത്? ഓക്കെ, പൊതുവെ പറയാറുണ്ട് പീപ്പിൾ വാല്യൂ വാട്ട് ദേ പേ ഫോർ. ആൾക്കാർ പേ ചെയ്യുന്നതിനെ ആൾക്കാർ മൂല്യം കൽപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിന് ഒരു വാല്യൂ കാണത്തില്ല. പലപ്പോഴും പല സ്ഥാപനങ്ങളും ഫ്രീ ആയിട്ട് പല സർവീസുകളും ചെയ്തു കൊടുക്കാറുണ്ട്. ഷോർട്ട് ടേമിൽ ഡെഫിനറ്റ്ലി അവർക്ക് ട്രാഫിക് കൂട്ടാനായിട്ട് കഴിയും. കാരണം ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഡെഫിനറ്റ്ലി ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ സർവീസ് എടുക്കാനായിട്ട് നോക്കും. പക്ഷേ ഷോർട്ട് ടേമിൽ അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ലോങ് ടേമിൽ വൺസ് ഈ ഫ്രീ ആയി കൊടുക്കുന്നത് നിർത്തി അവരതിലെ പേയ്മെൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകും. അതിന് വാല്യൂ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ ഇടിക്കുന്നതാണ് സൗജന്യമായി കൊടുക്കുക എന്ന് പറയുന്നതും ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് പരമാവധി കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫ്രീ സർവീസുകൾ മാക്സിമം ഒഴിവാക്കുക. ഈവൻ നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ട്രെയിനിങ്സിന് പിന്നെ എന്തിനാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സിന്? കാരണം എല്ലാം യൂട്യൂബിനകത്ത് ഉണ്ടല്ലോ. പക്ഷെ എല്ലാം യൂട്യൂബിനകത്ത് ഇല്ല. കാരണം നമുക്ക് അറിയുന്നതിൻ്റെ ഒരു 10% മാത്രമേ യൂട്യൂബ് വഴി നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇത് ട്രെയിനിങ്സ് ആയിട്ട് തന്നെ, അത് ബാക്കിയെല്ലാം എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ആണ്. അത് നമ്മൾ വർഷങ്ങളെടുത്ത് റിസർച്ചിലൂടെയും പഠനത്തിലൂടെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അനുഭവത്തിലൂടെയും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കോണ്ടന്റ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് നോക്കാം. ഒരു കാര്യം കൂടി ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യാണ്. ചിലർ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ട്, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു തുക മാറ്റി വയ്ക്കണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാരിറ്റിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ഇപ്പോഴല്ല ചെയ്യേണ്ടത്. വൺസ് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ബ്രേക്ക് ഈവൺ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ചാരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക. അതുവരെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ചാരിറ്റിയും ബിസിനസ്സും ഒരുമിച്ചിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് തുടക്കകാലത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ചാരിറ്റി വേണം, നിങ്ങളുടെ പോക്കറ്റിൻ്റെ അടുത്ത് കൊടുത്തോളൂ. ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കരുത്. ഒന്ന്. മറ്റൊന്ന്, പ്രോഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രൊമോഷൻ സ്വീകരിക്കുന്ന കസ്റ്റമേഴ്സ് നാളെ കൂടുതൽ എമൗണ്ട് പേ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അല്ലാതെ സാമ്പിൾസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇടുക തന്നെ ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾക്കൊരു മേജർ പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗം മാത്രം ഫ്രീ ആയി കൊടുത്ത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രീമിയം ബിസിനസ് മോഡൽ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചില ഗെയിംസിലെല്ലാം ഇനീഷ്യൽ സ്റ്റേജിൽ ഫ്രീ ആയിട്ടായിരിക്കും ആ ഗെയിം കളിക്കാൻ കഴിയുന്നത്. വൺസ് ആ ഗെയിം ഒരു ഹരമായിട്ട് മാറുന്ന സമയത്ത് അടുത്ത സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ എത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാം. അതായത് ഈ സിനിമയുടെ ട്രെയിലറൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ സിനിമ ആണെങ്കിൽ പൈസ കൊടുക്കണം. ഇതേ രീതിയിൽ നമുക്ക് ചെറിയൊരു ഭാഗം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തിന് പേയ്മെൻറ്റ് ചോദിക്കുന്ന ഒരു ഫ്രീ പ്ലസ് പ്രീമിയം ബിസിനസ് മോഡൽ, അത്തരം മോഡൽസിന് നമുക്ക് ഈ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമുക്ക് എലൈറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് ഇവർക്ക് നമുക്ക് അപ്സെല്ലിംഗ് പോസിബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്നു, ഒരു 100 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് കൊടുക്കുന്നു. അവർ ഡെഫിനറ്റ്ലി കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളിത് 200 300 പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണം. യൂഷ്വലി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എല്ലാം ഈ അംബർല കൊടുക്കാറുണ്ട്, ഡയറീസ് കൊടുക്കാറുണ്ട് നല്ല കസ്റ്റമേഴ്സിന്, നല്ല ക്ലയൻസിന് പറയുന്ന സമയത്ത് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലയൻസിന്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ ക്ലയൻറ്റിനെ നിലനിർത്താനും അപ്സെയിൽസിനും വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൺട്രോൾ ചെയ്തോളൂ. കാരണം അത് അത്ര നല്ലൊരു പ്രാക്ടീസ് അല്ല. കാരണം നിങ്ങൾ കോർ പ്രോഡക്റ്റ് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അത് നിങ്ങളുടെ ബിസിനസ്സിന് യാതൊരു രീതിയിലും ഭാവിയിൽ സഹായിക്കത്തില്ല.